ഇന്നത്തെ വീഡിയോയിൽ 15 ക്യൂട്ട് ഹാപ്പിനെസ് കോഡ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് വി ഹാവ് ബട്ട് ഹൗ മച്ച് വി എൻജോയ് ദാറ്റ് മേക്സ് ഹാപ്പിനെസ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തുമാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതല്ല, എന്തുമാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ കൗണ്ട് ചെയ്യുന്നത്. എന്ത് മീനിങ് ഫുള്ളാണത് അല്ലേ? ഇറ്റ്സ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലോട്ടാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത്. വലിയ കാര്യങ്ങൾ, എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ്, ഡേറ്റ്സ്, പുതിയ ഇവൻറ്റ്സ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെ അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ. അതല്ലാതെ നമ്മളുടെ ഡേ ടു ഡേ ബേസിസിലെ കുട്ടി കുട്ടി കാര്യങ്ങളിൽ നമ്മൾ എൻജോയ്മെൻറ്റ് ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ്സ് എൻജോയ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മളുടെ ഡേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത്. ശരിക്കും ഈ ലിറ്റിൽ തിങ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ലിറ്റിൽ തിങ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ലൈഫ് ഉണ്ടാവുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് പോസ് ഡൗൺ ചെയ്ത് ഈ ലിറ്റിൽ തിങ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡു വാട്ട് എവർ ദാറ്റ് മേക്സ് യുവർ സോൾ ഹാപ്പി. എന്താണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, നമ്മൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് മീനിങ്ലെസ് ആവാം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ബുക്ക് വായിക്കുന്നതോ, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്നതോ, ഗാർഡനിലൊന്ന് നടക്കുന്നതോ, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതോ, കുക്ക് ചെയ്യുന്നതോ, ബേക്ക് ചെയ്യുന്നതോ, എക്സസൈസ് ചെയ്യുന്നതോ, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ബട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഡേയിൽ എന്തായാലും അത് ചെയ്യാനൊരു സമയം കണ്ടെത്തുക. അതാണ് ഹാപ്പിനെസ്സിലോട്ടുള്ളൊരു വഴി. പലപ്പോഴും നമുക്ക് നമ്മളുടെ കടമകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനൊരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് കുറച്ച് സെൽഫിഷായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നമുക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് എപ്പോഴും മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. കാര്യം നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഇവൻച്വലി നമുക്ക് ഈ ചെയ്യുന്നതെല്ലാം ഒരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും. ബി ബ്രൈറ്റ്, ബി ഹാപ്പി, ബി യു. നമ്മളായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ പോലെ ആവാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് നമ്മളെ സ്വയം കമ്പയർ ചെയ്യാതെ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടാത്തത്. നമ്മൾ യുണീക്കാണ്. ദൈവം നമ്മളെ ഒരു പ്രത്യേക നല്ല രീതിയിലാണ് സൃഷ്ടിച്ചേക്കുന്നത്, കുറവുകളും കഴിവുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുക. ബി ഹാപ്പി ഓഫ് ബീയിങ് ഹു യു ആർ. നമ്മുടെ ഇംപെർഫെക്ഷൻസിലും ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഇഫ് യു വോണ്ട് ദ റെയിൻബോ യു ഗോട്ട് പുട്ട് അപ്പ് വിത്ത് ദ റെയിൻ. അപ്പം നമ്മൾ മഴ വരുമ്പോൾ വിഷമിച്ചാൽ നമ്മൾ റെയിൻബോ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾ കിട്ടുമ്പോഴും അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ആ നല്ല കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, റെയിൻ വരുമ്പോൾ ജസ്റ്റ് പുട്ട് യുവർ ബൂട്ട്സ് ആൻഡ് അംബ്രല്ല ആൻഡ് എൻജോയ് ദ റെയിൻ. ആൻഡ് ആഫ്റ്റർവേർഡ്സ് സൺഷൈൻ വരും, റെയിൻബോ വരും. ഇറ്റ് വിൽ ബി സോ ഗുഡ്. ഓക്കെ. അപ്പോൾ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഹോൾഡ് ഓൺ. ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അപ്പുറം നല്ലൊരു സമയം വരുമെന്നുള്ള നല്ല പ്രതീക്ഷയിലിരിക്കുക. ജസ്റ്റ് ബി ഹാപ്പി ആൻഡ് എ റീസൺ വിൽ കം അലോങ്. നമുക്കൊരു റീസൺ ഇല്ല സന്തോഷിക്കാൻ, എന്നാലും സന്തോഷമായിട്ടിരിക്കുക. സ്ലോലി റീസൺസ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കീപ് സ്മൈലിങ്. അപ്പം നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഇരുന്നാൽ താനേ ഹാപ്പിനെസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും ഒരു നല്ല അടിപൊളി കോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റാർട്ട് ഈച്ച് ഡേ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. എല്ലാ ഹാപ്പിനെസ്സിനും എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് കിട്ടിയതിന്. എല്ലാവർക്കും എല്ലാം കിട്ടില്ല. പലർക്കും കുറേ കാര്യങ്ങൾ കിട്ടും, കുറേ വേണ്ടാത്തത് കിട്ടും. പക്ഷേ നല്ലത് കാണുക. ആ കിട്ടിയ കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നമുക്കുള്ള കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഇല്ലാത്തതിനെ പുറകെ പോകാതെ ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. ആരോഗ്യമായിരിക്കാം, പൈസയായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മാക്സിമം ഹാപ്പിയായി ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എൻജോയ് ചെയ്യാനും ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. വെൻ യു ഫോക്കസ് ഓൺ ദ ഗുഡ് ഗെറ്റ്സ് ബെറ്റർ. അപ്പോൾ
അപ്പം നമ്മൾ എന്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത് വീണ്ടും വീണ്ടും ആ കാര്യം നന്നായിക്കൊണ്ടിരിക്കും. നമ്മൾ ബാഡ് തിങ്സിലും നെഗറ്റീവ് തിങ്സിലും ആണ് ഫോക്കസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, അത് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ് ഇസ് ടു ബി ഹാപ്പി. നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് തീർക്കാനും എന്താണോ നന്നായിട്ട് പോകേണ്ടത് അതുപോലെ പോകാനും പറ്റും. ലൈഫ് ഡസൻറ്റ് ഹാവ് ടു ബി പെർഫെക്റ്റ് ടു ബി അമേസിങ്. നമ്മൾ ഒന്ന് പെർഫെക്റ്റ് ആയാൽ മാത്രമേ എൻ്റെ ലൈഫ് അമേസിങ് ആവുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ നമുക്കുള്ള കാര്യങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് തന്നെ വി ക്യാൻ ബി അമേസ്ഡ്. ഇപ്പം നമ്മുടെ ബോഡി എടുത്ത് നോക്കിയാൽ, നമ്മുടെ കടലെടുത്ത് നോക്കിയാൽ, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള നേച്ചർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഓരോ ബ്യൂട്ടിയും നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകം അമേസിങ് ആണോ എന്നുള്ളത്. ലിവ് മോർ, വറി ലെസ്. കൂടുതൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് എത്ര വയസ്സായി എന്നൊന്ന് ചിന്തിക്കുക. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ജീവിതം ഏറ്റവും നന്നായിട്ട് പോവുക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും, എപ്പോഴും നമ്മൾ വറി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന വീഡിയോസ് കണ്ടോ, എന്തെങ്കിലും പ്രോജക്റ്റ് ഏറ്റെടുത്തോ എല്ലാം നമുക്ക് സ്വയം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ ഈ വറി കുറച്ചെടുക്കാൻ പറ്റും. ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ്. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക ചെയ്യുക. നമുക്കാരും സന്തോഷം കൊണ്ട് തരില്ല, നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങാനും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സ്വയം ആലോചിക്കുക. നിങ്ങളെ സന്തോഷം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യുക, എങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്, എന്ത് ഫൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമ്പോഴാണോ, കൂടുതൽ ഇൻകം കിട്ടുമ്പോഴാണോ, ട്രാവൽ ചെയ്യുമ്പോഴാണോ, പുതിയ എക്സ്പീരിയൻസസ് കിട്ടുമ്പോഴാണോ. അപ്പോൾ ഇത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒത്തിരി നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഡേ തന്നെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുന്നു. പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കൂടുതൽ വരില്ല. അതുപോലെ ഹാപ്പിനെസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സസൈസ് ചെയ്യുക, ജേർണലിങ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു വാക്കിന് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ബി ഹാപ്പി ദിസ് മൊമെൻറ്റ് ബിക്കോസ് ദിസ് മൊമെൻറ്റ് ഇസ് യുവർ ലൈഫ്. നമ്മൾ ഏതോ ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ട് ഹാപ്പി ആവാം, അല്ലെങ്കിൽ നാളെ ഹാപ്പി ആവാം എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു മൊമെൻറ്റാണ് നമ്മുടെ ലൈഫ്. ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ മൊമെൻറ്റ് നമ്മൾ ഹാപ്പി ആവാൻ എന്ത് ചെയ്യണം? നമ്മളിപ്പം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് നമ്മുടെ ഓരോ മൊമെൻറ്റിനെ ഒരു ബബിളായിട്ട് നമുക്ക് ചിന്തിച്ചാൽ ആ ബബിള് നല്ല ഫ്രഷായിട്ടിരിക്കുക. അതിനെ നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് വെക്കണമെന്നുള്ളത് നമ്മളുടെ ഒരു ഡിസിഷനാണ്. ചോയ്സ് ഇസ് യോഴ്സ്. അപ്പോൾ അത് നല്ലതായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് വരുമ്പോഴാണല്ലോ നമ്മുടെ ലൈഫ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മേക്ക് ടുഡേ എ ഹാപ്പി ഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ 15th കോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. Do things that make you happy, that make your moments happy, that make your life happy, and that make the people around you happy. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഡേ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. അതുവരേക്കും ബൈ.